So welcome back to another video. അപ്പം ഇനി നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഗ്രാഫ്റ്റിംഗ് ആണ്. അപ്പം കഴിഞ്ഞ ടോപ്പിക്കിൽ നമ്മൾ ലെയറിംഗ് എടുത്ത് നിർത്തി, എയർ ലെയറിംഗും എടുത്തു, അതുപോലെ തന്നെ സെർപെന്റൈൻ ലെയറിംഗും എടുത്തു. അപ്പം അതുപോലെ തന്നെ നമുക്ക് സാപ്ലിങ്സിന്റെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയ മറ്റൊരു മെത്തേഡ് ആണ് ഗ്രാഫ്റ്റിംഗ്. അത് നമുക്ക് നോക്കാം. Look at the picture. You need a sapling of this mango tree. ഈ കാണുന്ന ഒരു മാംഗോ ട്രീയുടെ ഒരു സാപ്ലിംഗ് നമുക്ക് വേണം. Is it possible to make it through layering? ഈ ലെയറിംഗ് വഴി നമുക്കത് ഉണ്ടാക്കാൻ സാധ്യമാണോ? എയർ ലെയറിംഗ് ആയിക്കോട്ടെ, സെർപെന്റൈൻ ലെയറിംഗ് ആയിക്കോട്ടെ. സെർപെന്റൈൻ ലെയറിംഗ് പറ്റത്തില്ല എന്ന് എല്ലാവർക്കും അറിയാം. കാര്യം എന്താ? സെർപെന്റൈൻ ലെയറിംഗ് എന്ന് പറയുന്നത് വള്ളിച്ചെടി പോലെ പടർന്നു പിടിക്കുന്ന ചെടികൾക്ക് മാത്രമേ നമുക്ക് സെർപെന്റൈൻ ലെയറിംഗ് ചെയ്യാനൊക്കത്തുള്ളൂ. കാരണം നമ്മൾ അതിന്റെ സ്റ്റെമ്മിനെ വളച്ച് അതിന്റെ ബഡ് വരുന്ന ഭാഗം നമ്മൾ സോയിലിൽ വെച്ചിട്ടാണ് റൂട്ട് ഉണ്ടാക്കുന്നത് അല്ലേ. അതുകൊണ്ട് മാംഗോ ട്രീയിലൊന്നും നമുക്ക് സെർപെന്റൈൻ ലെയറിംഗ് ചെയ്യാനൊക്കത്തില്ല. എയർ ലെയറിംഗ് എന്ന് പറയുമ്പോഴും എയർ ലെയറിംഗ് ഒരു മെച്ചുവർ ആയ ഒരു മാംഗോ ട്രീ വളർന്ന് നല്ല പൊക്കത്ത് വരും അല്ലേ. അപ്പം എയർ ലെയറിംഗ് ചെയ്യുന്ന കാര്യം നമുക്ക് പോസിബിൾ ആയിട്ടുള്ള കാര്യമാണെന്ന് വെച്ചാൽ പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്, പക്ഷെ ഇച്ചിരി പാടായിട്ടുള്ള കാര്യമാണ്. അത് മാത്രമല്ല, ഒരു ട്രീ മെച്ചുവർ ആവാൻ എടുക്കുന്ന ടൈം എന്ന് പറയുന്നത് ഒരു 15 ഇയർ, അല്ലെങ്കിൽ അതിനകത്ത് ഈൽഡ് കിട്ടി തുടങ്ങാൻ എടുക്കുന്ന ഒരു ഇയർ എന്ന് പറയുന്നത് ഒരു 8 to 10 ഇയർ വരെയാണ്. നമ്മൾ ആദ്യമേ പാഠത്തിന്റെ തുടക്കം അതിന്റെ ഒരു ഡയലോഗ് ബോക്സിൽ നമ്മൾ പഠിച്ചില്ലേ, മാംഗോ ട്രീയില് ഈൽഡ് കിട്ടി തുടങ്ങുന്നത് ഒരു 8 വർഷം കൊണ്ടാണ്. സോ എയർ ലെയറിംഗ് എന്ന് പറയുന്നതും അതിനകത്ത് പോസിബിൾ ആയ ഒരു കാര്യമല്ല. സോ അപ്പം വാട്ട് അബൌട്ട് പ്ലാന്റിങ് സീഡ്സ് നട്ടാലോ നമുക്ക് എങ്ങനെ പോയാലും ഒരു 8 വർഷം അല്ലെങ്കിൽ ഒരു 10 വർഷം കൊണ്ടേ നമുക്ക് അതിന് ഈൽഡ് കിട്ടത്തുള്ളൂ. ഇറ്റ് ടേക്സ് ഇയേഴ്സ് ഫോർ ദ ട്രീ ടു yield മാംഗോസ്, റൈറ്റ്? ഇറ്റ് നീഡ് നോട്ട് ഹാവ് ഓൾ ദി ക്വാളിറ്റീസ് ഓഫ് ദിസ് മാംഗോ ട്രീ. അത് മാത്രമല്ല, നമ്മൾ നടുന്ന ആ സീഡിന് ഈ മാംഗോ ട്രീയുടെ എല്ലാ ക്വാളിറ്റീസ് കിട്ടണമെന്നില്ല അല്ലേ. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു ലെയറിംഗ് വഴി എടുക്കുന്ന മെത്തേഡ് വഴി നമ്മൾ എടുക്കുന്ന സാപ്ലിങ്സിന് ആ മദർ പ്ലാന്റിന്റെ എല്ലാ ക്വാളിറ്റീസും ഉണ്ടായിരിക്കും എന്നല്ലേ. സീഡ് വഴി നമ്മൾ എടുക്കുമ്പോൾ അതിന് അതിൻ്റെതായ ലിമിറ്റേഷൻസ് ഉണ്ട്. സോ ഇറ്റ് നീഡ് നോട്ട് ഹാവ് ഓൾ ദി ക്വാളിറ്റീസ് ഓഫ് ദിസ് മാംഗോ ട്രീ. Then how is it possible to produce a sapling with all the qualities of this mango tree? അപ്പം ഇവിടെ ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് ഈ എല്ലാ ക്വാളിറ്റീസും ഉള്ള ഒരു സാപ്ലിങ്ങിനെ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, ഏത് മെത്തേഡ് വഴിയാണ് നമുക്ക് അതിന് സാധ്യമാവുക എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. How is it possible to produce a sapling with all the qualities of this mango tree? അപ്പോൾ നമുക്ക് നോക്കാം. The characteristics of two varieties of mango trees are given in the table. Analyze the table. അപ്പം ഇവിടെ താഴെ നമുക്ക് രണ്ട് മാംഗോ ട്രീയുടെ ഇത് തന്നിട്ടുണ്ട്. ഇൻഡിജീനസ് മാംഗോ ട്രീയും നീലം മാംഗോ ട്രീയും. ഓക്കെ, ഇൻഡിജീനസ് മാംഗോ ട്രീ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന നാട്ടുമാവില്ലേ, അതിനെയാണ് നമ്മൾ ഇൻഡിജീനസ് മാംഗോ ട്രീ എന്ന് പറയുന്നത്. കണ്ടോ, മറ്റേ കണ്ണിമാങ്ങ പോലുള്ള ചെറിയ മാങ്ങ നമ്മുടെ നാട്ടിൽ കോമൺ ആയിട്ട് കണ്ടുവരുന്ന മാംഗോ ട്രീ ആണ് നമ്മൾ ഇൻഡിജീനസ് മാംഗോ ട്രീ എന്ന് പറയുന്നത്. നീലം എന്ന് പറയുന്നത് ഒരു വെറൈറ്റി ഓഫ് മാംഗോ ആണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, മൽഗോവ, അങ്ങനെ പല വെറൈറ്റീസ്, അൽഫോൺസ മാംഗോ, അങ്ങനെ പല വെറൈറ്റീസ് ഉള്ള മാംഗോ കേട്ടില്ലേ, അതുപോലെ ഒരു വെറൈറ്റിയാണ് നീലം മാംഗോ. ഓക്കെ, സോ ഇത് തമ്മിലുള്ള ഒരു ഡിഫറൻസ് നമുക്ക് നോക്കാം. ഈ രണ്ട് വെറൈറ്റീസ് തമ്മിലുള്ള ഒരു ഡിഫറൻസ്. ഇൻഡിജീനസ് മാംഗോ, നമ്മുടെ നാട്ടുമാങ്ങ എന്ന് പറയുന്നത് റിലേറ്റീവ്ലി സ്മോൾ മാംഗോ ആയിരിക്കും. റിലേറ്റീവ്ലി ഒരു ചെറിയ മാങ്ങ ആയിരിക്കും നമ്മുടെ നാട്ടില് നമ്മൾ കണ്ടുവരുന്ന മാങ്ങ എന്ന് പറയുന്നത്. ഓക്കെ, റിലേറ്റീവ്ലി സ്മോൾ മാംഗോ. അതുപോലെ തന്നെ അടുത്തെന്ന് പറയുന്നത് സോർ ഓർ സ്വീറ്റ് മാംഗോ ആയിരിക്കും. എന്തായിരിക്കും? സോർ ഓർ സ്വീറ്റ് മാംഗോ എന്ന് പറഞ്ഞാൽ എല്ലാ മാങ്ങയ്ക്കും മധുരം വരണമെന്നില്ല. ഓക്കെ, ചില മാങ്ങകൾക്ക് പുളി വരാം, ചില മാങ്ങകൾക്ക് മധുരം വരാം, ചില മാങ്ങയ്ക്ക് രണ്ടും കൂടി കലർന്ന രീതിയിൽ ഒരു ഫ്ലേവർ വരാം. അപ്പം അതുപോലെ തന്നെ ഗ്രോസ് വെൽ ഇൻ അവർ സോയിൽ. പക്ഷെ ഇതിന്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മണ്ണിനകത്ത് നല്ല രീതിയിൽ വളരും എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ മണ്ണില്, നമ്മുടെ നാട്ടിലെ മണ്ണില് ഈ ട്രീ വളരെ നല്ലതുപോലെ വളരും, ഈ മാംഗോ ട്രീ വളരെ നല്ലതുപോലെ വളരും. ആൻഡ് ഡസൻ നീഡ് സ്പെഷ്യൽ കെയർ. ഇതിന് നമുക്കൊരു സ്പെഷ്യൽ കെയർ കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. മറ്റുള്ള മാങ്ങകൾക്ക്, മറ്റുള്ള ഒരു അൽഫോൺസെ അല്ലെങ്കിൽ അതുപോലെ തന്നെ ഈ കാണുന്ന പോലെ നീലം മാംഗോ ട്രീക്ക് ഒക്കെ കൊടുക്കുന്ന പോലെ ഒരു കെയർ എന്ന് പറഞ്ഞാൽ നമ്മൾ അത്രയും സൂക്ഷിച്ച് അതിനെ വളർത്തി അതിനകത്ത് മറ്റൊരു എന്താ പറയാ ഒരു ഇൻസെക്ട് അതിനെ അറ്റാക്ക് ചെയ്യുന്നില്ല എന്നുള്ളതൊക്കെ നോക്കി നമുക്ക് ആ രീതിയിൽ ഭയങ്കര രീതിയിലാണ് നമ്മൾ ഈ മൽഗോവ അല്ലെങ്കിൽ ഈ നീലം പോലുള്ള മാംഗോസിനെ നമ്മൾ വളർത്തുന്നത്. ഓക്കെ, പക്ഷെ നമ്മുടെ ഇതിനെന്ന് പറയുമ്പോൾ ഡസൻ നീഡ് സ്പെഷ്യൽ കെയർ. അങ്ങനെ ഒരു സ്പെഷ്യൽ കെയറിന്റെ ഒരു ആവശ്യം എന്തിനു വരുന്നില്ല, നമ്മുടെ നാട്ടിലെ മാംഗോയ്ക്ക് മാവിന് വരുന്നില്ല. ഓക്കെ, അപ്പൊ ഇനി നീലം മാംഗോ ട്രീയുടെ നമുക്ക് നോക്കാം.
ബിഗ് സൈസ്ഡ് മാംഗോ. അപ്പം ഇതിൽ ഉണ്ടാവുന്ന മാംഗോസ് എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെയുള്ള മാംഗോസ് ആയിരിക്കും? നല്ല ബിഗ് സൈസ് ആയിട്ടുള്ള മാംഗോ ആയിരിക്കും. നിങ്ങൾ ഈ ഫോട്ടോയിൽ തന്നെ നോക്കുക, കണ്ടില്ലേ? ഇതിന്റെയൊക്കെ സൈസ് കണ്ടില്ലേ? ഈ ഒരു മാങ്ങയും ഈ ഒരു ഇതും കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല ഇതിന്റെ സൈസ് ഡിഫറൻസ്. നമ്മുടെ നാട്ടുമാങ്ങയും നീല മാംഗോയും കമ്പയർ ചെയ്യുമ്പോൾ അതിന്റെ സൈസ് ഡിഫറൻസ് മനസ്സിലാവും. ഓക്കെ. അപ്പം നീല മാംഗോ എന്ന് പറയുന്നത് ബിഗ് സൈസ്ഡ് മാംഗോ ആയിരിക്കും, നല്ല വലിപ്പമുള്ള മാംഗോ ആയിരിക്കും. അതുപോലെ തന്നെ വെരി സ്വീറ്റ് മാംഗോ, നല്ല മധുരം ഉള്ളതായിരിക്കും. അതേസമയം നാട്ടുമാങ്ങ എന്ന് പറയുന്നത് എന്താണ്? സ്വീറ്റ് ഓർ സോർ മാംഗോ ആണ്. ഡസിൻ ഗ്രോ വെൽ ഇൻ അവർ സോയിൽ. പക്ഷെ അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. മീൻസ് നമ്മുടെ നാട്ടിലെ മണ്ണില്, കാരണം ഓരോ നാട്ടിലെ മണ്ണിലും ഓരോ ഫെർട്ടിലിറ്റി, ഓരോ എന്താ പറയാ, ഫലപുഷ്ടിയാണ് ഓരോ മണ്ണിനും ഉള്ളത്. ഓക്കെ. അപ്പം അതിനകത്ത് വളരുന്ന ഓരോ നാട്ടിൽ ഓരോ രീതിയിലാണ് മാംഗോ വളരുന്നത്. ഓരോ മാംഗോയ്ക്കും അതിൻ്റെതായ കെയറും കാര്യങ്ങളും വേണം. അപ്പം ചില മാംഗോ തണുപ്പുള്ള സ്ഥലങ്ങളിൽ നല്ലപോലെ വളരും, ചൂടുള്ള സ്ഥലത്ത് വളരത്തില്ല. അങ്ങനെയുള്ള രീതിയിലാണ് ചില മാംഗോ വെറൈറ്റീസ് വരുന്നത്. അപ്പം ഈ നീലം മാംഗോ ട്രീ എന്ന് പറയുന്നത് നമ്മുടെ സോയിലില്, നമ്മുടെ നാട്ടിലെ മണ്ണില് ചിലത് നല്ലതുപോലെ വളരില്ല. ഓക്കെ, അതാണ് അവിടെ പറയുന്നത്. അത് മാത്രമല്ല, നീഡ്സ് സ്പെഷ്യൽ കെയർ. അതേസമയം നമുക്ക് നമ്മുടെ നാട്ടുമാങ്ങയ്ക്ക് നമുക്ക് അതിന് സ്പെഷ്യൽ കെയറോ അതിന് നല്ല അതിനാവശ്യമായ രീതിയിൽ അത് അതിൻ്റെതായ രീതിയിൽ വളർന്നു വന്നോളും. പക്ഷെ ഈ നീലം മാംഗോ എന്ന് പറയുന്നതിന് നമ്മൾ സ്പെഷ്യൽ കെയർ കൊടുക്കേണ്ട ആവശ്യമുണ്ട്. ഓക്കെ, അതാണ് ഇത് രണ്ടും തമ്മിലുള്ള ഒരു ഡിഫറൻസ്. അപ്പം ഇത് ഓർത്ത് വെച്ചോണം. ചിലപ്പോൾ എക്സാമിന് നിങ്ങൾക്ക് ഇത് മിക്സ് ചെയ്ത് തന്നിട്ട് ഇതിനകത്ത് എന്താ പറയാ, നീലം വെറൈറ്റിയുടെയും ഇൻഡിജീനിയസ് മാംഗോയുടെയും ക്യാരക്ടറിസ്റ്റിക്സ് സെപ്പറേറ്റ് ചെയ്ത് എഴുതാനായിട്ട് ചോദിക്കും. സോ ഇത് ഓർത്ത് വെച്ചിരിക്കണം. ഓക്കെ. സോ നെക്സ്റ്റ് അടുത്തത് നോക്കാം. വിച്ച് വെറൈറ്റി ഈസ് ബെറ്റർ ഇൻ ടേംസ് ഓഫ് ക്വാളിറ്റി ഓഫ് ഫ്രൂട്ട്സ്? അപ്പം ഈ രണ്ടെണ്ണം തന്നതിനകത്ത്, ഇൻഡിജീനിയസിനകത്തും നീലത്തിനകത്തും ഏതാണ് ബെറ്റർ ക്വാളിറ്റി ഫ്രൂട്ട്സ് നൽകുന്നതെന്നാണ് ചോദിക്കുന്നത്. നല്ല മാങ്ങ നൽകുന്ന ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ. സ്മോൾ മാംഗോ ആണോ ബിഗ് മാംഗോ ആണോ നമുക്ക് ആവശ്യം? ഓഫ് കോഴ്സ് വലുതാണ് നമുക്ക് ആവശ്യം. ഓക്കെ. സോർ ഓർ സ്വീറ്റ് മാംഗോ, നമുക്ക് പുളിയുള്ള മാങ്ങയാണോ ആവശ്യം, അതോ നല്ല മധുരമുള്ള മാങ്ങയാണോ ആവശ്യം? നല്ല മധുരമുള്ളതാണല്ലേ. അപ്പം അതിന് ആൻസർ ഇവിടെ തന്നെ ഉണ്ട്. വിച്ച് വെറൈറ്റി ഈസ് ബെറ്റർ ഇൻ ടേംസ് ഓഫ് ക്വാളിറ്റി ഓഫ് ഫ്രൂട്ട്സ്? ഫ്രൂട്ട്സിന്റെ ക്വാളിറ്റി വെച്ച് നോക്കുമ്പോൾ ഏതാണ് ബെറ്റർ? നീലം മാംഗോ ട്രീ ആണ് ബെറ്റർ. ഓക്കെ. അപ്പം ഇതിന്റെ ആൻസർ നീലം മാംഗോ ട്രീ ആണ്. ഓക്കെ. ഡസ് ഇൻഡിജീനിയസ് വെറൈറ്റി ഹാവ് എനി അഡ്വാൻറ്റേജസ് ഓവർ നീലം വെറൈറ്റി? ഈ ഇൻഡിജീനിയസ് മാംഗോ, നമ്മുടെ നാട്ടുമാങ്ങയ്ക്ക് ഈ നമ്മുടെ നീലം മാങ്ങയെക്കാളും എന്തെങ്കിലും അഡ്വാൻറ്റേജസ് ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ. എന്തെങ്കിലും പ്രയോജനം, ഈ നീലമാങ്ങയെക്കാളും എന്തെങ്കിലും പ്രയോജനം കൂടുതൽ ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. If a sapling is produced by joining the stem of Neelam mango with a young plant of indigenous variety, which specialties will it have? അപ്പം ഇതിന് എന്ത് പ്രത്യേകതയാണ് സാധാരണ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവുന്നത്? നമ്മുടെ സോയിൽ നല്ല രീതിയിൽ വളരും. ഡസ് ഇറ്റ് നീഡ് സ്പെഷ്യൽ കെയർ? സ്പെഷ്യൽ കെയർ അതിന് കൊടുക്കണ്ട. ഇതെന്താണ്? ഇതൊരു അഡ്വാൻറ്റേജ് ആണ്. നീലം മാങ്ങയെക്കാളും ഒരു എന്താ പറയാ, ഈ രണ്ട് പ്രയോജനങ്ങൾ, ഈ ഒരു അഡ്വാൻറ്റേജ് ഇതിന് കൂടുതലാണ്. ഓക്കെ. അപ്പം ഇവിടെ ചോദിച്ചേക്കുന്നത്, if a sapling is produced by joining the stem of Neelam mango with the young plant of indigenous variety, what specialties will it have? ഈ നീലം മാംഗോയുടെ which sapling is produced by joining the stem of Neelam mango with a young plant of indigenous variety, what specialties will it have? അപ്പം മെച്ചുവർ ആയ ഒരു മാങ്ങ എന്ന് പറഞ്ഞാൽ നല്ലൊരു ഫ്രൂട്ട് തന്നുകൊണ്ടിരിക്കുന്ന ഈ നീലം മാംഗോയുടെ ഒരു സ്റ്റെമ്മും, അതുപോലെ തന്നെ ഒരു യങ് ആയിട്ടുള്ള എന്ന് പറഞ്ഞാൽ ഒരു വലിയ എന്താ പറയാ, വലിയ പ്രായമില്ലാത്ത എന്ന് പറഞ്ഞാൽ 2-3 വർഷം മാത്രം പ്രായമുള്ള ഒരു മാംഗോ ട്രീയുടെ സ്റ്റെമ്മും തമ്മിൽ നമ്മൾ ജോയിൻ പ്രൊഡ്യൂസ്ഡ് ബൈ ജോയിനിങ് സിസ്റ്റം ജോയിൻ ചെയ്താൽ നമുക്ക് എന്തെല്ലാം സ്പെഷ്യാലിറ്റീസ് ആണ് അതിന് കാണുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ. സോ അവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഗ്രോസ് വെൽ ഇൻ അവർ സോയിൽ. നമ്മുടെ സോയിലിൽ എന്താകും? അത് നല്ല രീതിക്ക് നമ്മുടെ സോയിലിൽ വളരും. ഓക്കെ. അത് നമ്മൾ മേളിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, നീലം വെറൈറ്റി നമുക്ക് ഇതാവുമ്പം ഇൻഡിജിനസ് വെറൈറ്റി എന്ന് പറയുന്നത് നമ്മുടെ സോയിലിൽ നല്ലപോലെ വളരുന്നതാണ്. ഈൽഡ്സ് മാംഗോസ് ഓഫ് നീലം വെറൈറ്റി. നീലം വെറൈറ്റിയുടെ മാംഗോസ് ആയിരിക്കും അത് പ്രൊഡ്യൂസ് ആവുന്നത്. ഓക്കെ. പക്ഷെ നീലം വെറൈറ്റീസ് നോർമലി നമ്മൾ നീലം വെറൈറ്റി നടുവാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഡസിൻ ഗ്രോ വെൽ ഇൻ അവർ സോയിൽ. നമ്മുടെ സോയിൽ അത് വളരെ നല്ല രീതിയിൽ വളരില്ല. ബട്ട് നമ്മൾ ഇതിനെ നമ്മുടെ ഇൻഡിജീനിയസ് വെറൈറ്റി ആയിട്ട് സ്റ്റെം ജോയിൻ ചെയ്തുണ്ടാക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഈൽഡ്സ് മാംഗോ ഓഫ് നീലം ട്രീ. നീലം ട്രീയുടെ നല്ല മധുരമായിട്ടുള്ള നല്ല വലിയ മാംഗോസ് നമുക്ക് കിട്ടും. അത് മാത്രമല്ല നമ്മുടെ
സോയിലിൽ ഈ മാവ് നല്ല രീതിയിൽ വളരുകയും ചെയ്യും അല്ലേ? സോ അതാണ് ഇതിന്റെ ആൻസർ. അപ്പം അടുത്ത ടോപ്പിക്ക് നമുക്ക് എന്താ പറയാ ഗ്രാഫ്റ്റിംഗ് എങ്ങനെയാ ചെയ്യുന്നത് നോക്കാം. ഓക്കെ, അപ്പം ഇത് നമുക്ക് ഇവിടെ വെച്ച് നിർത്താം. ഇത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഗ്രാഫ്റ്റിങ്ങിനെ പറ്റി ഒരു എന്താ പറയാ ഒരു അറിവ് കിട്ടാൻ വേണ്ടി മാത്രമാണ് ഇത്രയും ഭാഗം എടുത്ത് പറഞ്ഞത്. ഓക്കെ, സോ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിക്കണം. എന്തെങ്കിലും എന്താ പറയാ എന്ത് അഭിപ്രായങ്ങളും നമ്മൾ നോക്കുന്നതാണ്. സോ എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമന്റ് ബോക്സിൽ അറിയിക്കുക. ഡൗട്ട്സ് ഒക്കെ കമന്റ് ബോക്സിൽ ചോദിക്കുക. അതുപോലെ തന്നെ വാട്സാപ്പ് ഗ്രൂപ്പിന്റെ ലിങ്കും ഇൻസ്റ്റഗ്രാം ചാനലിന്റെ ലിങ്കും നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം സോ നിങ്ങൾക്ക് ആ ചാനൽ ജോയിൻ ചെയ്യാൻ നോട്ട്സും കാര്യങ്ങളും എല്ലാം അവിടെ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഓക്കെ ഓക്കെ, താങ്ക് യു. സോ അടുത്ത എന്താ പറയാ അടുത്ത പാർട്ടിൽ നമുക്ക് ഗ്രാഫ്റ്റിംഗ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം.